ചേരിയിലുള്ളവർ പോലും ഏകകണ്ഠമായി സമ്മതിക്കുന്ന, വ്യക്തമായി അവർ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മഹാനായ ഒരു മനുഷ്യനെ കുറിച്ച്, സുൽത്താനുൽ ഹിന്ദ് എന്ന് പരക്കെ അറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനെ കുറിച്ച് ആണിപ്പോ ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അത് ശരിയാണോ? ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല. മറിച്ച് നമ്മൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്, ഇത്രയും വലിയ സഫാഹത്ത്, ഇത്രയും വലിയ പോയത്തെന്ന് മലയാളത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, ചോദിക്കാൻ മാത്രം ഒരു മനുഷ്യൻ വളരണമെങ്കിൽ അതിന് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം. ഈ മുജാഹിദ് പ്രസ്ഥാനം വരുന്നതിന് മുന്നേ ഇക്കോലത്തിൽ ഒരു ചോദ്യം തലച്ചോറിന്റെ ഉള്ളിൽ നീ വള്ളം പറ്റാത്ത ആളുകൾ ചോദിക്കോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത്രയും തരം താഴ്ന്നുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു? ഇത്രയും തരം താഴ്ന്നുകൊണ്ട് ഇത്രയും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടൊരു മനുഷ്യൻ എങ്ങനെ സംസാരിക്കുന്നു? ഇതിന്റെ മോട്ടിവേഷൻ എവിടുന്ന് കിട്ടുന്നു? അത് കിട്ടുന്നത് ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തലക്ക് വെളിവില്ലാത്ത മുജാഹിദീങ്ങൾ എടുത്ത് കിട്ടുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റേ സംശയങ്ങളൊന്നും വരുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഷിയാക്കൾ സിയാറത്ത് ചെയ്യുന്നില്ലേ? അവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഭരിക്കുന്ന നാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഷിയാക്കൾ ഖബർ അവിടെ സിയാറത്ത് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ജന്നത്തുൽ ബഖീൽ സിയാറത്ത് ചെയ്യുന്നില്ലേ? അതിന്റെ ഉള്ളിലൊക്കെ ഷിയാക്കളാ. ഇവിടെ ഈജിപ്തിൽ ഒന്ന് നോക്കി എത്ര അഹ്ലു ബൈത്തിന്റെ ഖബർ ഷിയാക്കൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു, സയ്യിദ സൈനബ്, സയ്യിദ നഫീസ റളിയല്ലാഹു അൻഹും, ഇവരുടെ ഒക്കെ ഖബറുകള് ഷിയാക്കള് സിയാറത്ത് ചെയ്യാൻ വേണ്ടി നിരന്തരം വരുന്നുണ്ട്. ഇവരെ കുറിച്ച് എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ? അപ്പൊ ഇത് ഒരു വിഷയം ചോദിച്ചു പഠിക്കാന്നുള്ള നിലക്കുള്ള വരവൊന്നുമല്ല, മറിച്ച് നരകത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി, നരകത്തിലേക്ക് ആളുകളെ വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സംഘടിപ്പിച്ച പ്രസ്ഥാനമായ നദ്വത്തുൽ മുജാഹിദീൻ. അതിന്റെ എന്താ പറയാ, അതിന്റെ ആളുകൾ ഇവിടെ വന്ന് തുള്ളുക എന്നല്ലാതെ വേറെ ഒന്നും ഇതിലില്ല. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? നിങ്ങളെ നേതാവായിട്ട് നിങ്ങൾ തന്നെ ചിത്രീകരിക്കുന്ന അബുൽ ഹസൻ നദ്വിയുടെ വാപ്പ, അമ്മനുഷ്യനൊരു കിതാബുണ്ട്, നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന് പറഞ്ഞു. അക്കിതാബിൽ ഈ മഹാനായ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയെ കുറിച്ച് എഴുതാൻ വേണ്ടി പേജുകൾ ചെലവഴിച്ചിട്ടുണ്ട്. അറിയോ? നിങ്ങളെ നേതാക്കന്മാർ പറഞ്ഞതെങ്കിലും ഒന്ന് വായിച്ചിട്ട് വരേണ്ടിയിരുന്നല്ലോ. അബ്ദുൽ ഹയ്യിൽ ഹസനി എന്ന് പറയുന്ന അബുൽ ഹസൻ നദ്വിയുടെ പിതാവ് എഴുതിയ പുസ്തകമാണ് നുസ്ഹത്തുൽ ഖവാത്തിർ വ ബഹ്ജത്തുൽ മസാമിഇ വൻ നവാമിർ. 11ഓളം വാള്യമുള്ള ഒരു ചരിത്രത്തിന്റെ കിതാബാ. അക്കിതാബിൽ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കുറിച്ച് നീട്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കറാമത്തും മാത്രല്ല, അദ്ദേഹത്തിന്റെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്നും അവിടെ ഉറൂസ് നടക്കുന്നുണ്ട് എന്നുള്ളതും അവിടെ ഇടമുറിയാത്ത സിയാറത്തുണ്ട് എന്നും വരെ അയാൾ എഴുതി വെച്ചിട്ടുണ്ട്. അയാൾ ഞങ്ങളാളല്ല, നിങ്ങളാളാണ്. അക്കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതാണെന്ത്, കൈയും കണക്കുമില്ലാത്ത ആളുകൾ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിലേക്ക് വന്നത് ഈ ഒരു മനുഷ്യന്റെ കാരണം കൊണ്ടാണ്. ഇങ്ങനത്തെ ഒരു മഹാപണ്ഡിതനെ കുറിച്ച് ലോകം മുഴുവൻ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ ഔലിയാണോ അല്ലേ എന്നുള്ളതൊക്കെ മറ്റൊരു ചർച്ച. അല്ലാന്ന് തന്നെ വെച്ചോളൂ നിങ്ങൾക്ക് വേണ്ടി. അള്ളാന്റെ സബീല്, അള്ളാന്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവിച്ചൊരു മഹാനാന്നുള്ള വിഷയത്തിന് സംശയമൊന്നുമില്ലല്ലോ. ഔലിയ എന്നുള്ള ഇപ്പോൾ ഇരുമുള്ള കൈബ, അത് നിങ്ങൾക്കും ഞമ്മക്കൊന്നും അറിയില്ല, ശരി. പക്ഷെ ഇത്രത്തോളം നല്ല ചരിത്രത്തിന്റെ ഉടമയായ, ഇത്രത്തോളം സ്തുതിയർഹിക്കുന്ന ഒരു മഹാമനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ മാത്രം നിങ്ങളെ തലച്ചോറ് വളർന്നെങ്കിൽ അത് തന്നെയാണ് കേരളത്തിൽ 80 കൊല്ലം കൊണ്ട് ഒരു നൂറ്റാണ്ട് ആഘോഷിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഭാവന എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മൈക്കെടുത്ത്. അല്ല, ഇച്ചോയത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. വൃത്തികെട്ട വഹാബിസം. മൈക്ക് വിടുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. ഉസ്താദ്മാരെ ഒന്നോട് ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു മാനസികമായിട്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ഭയങ്കര വിഷമം. അതുകൊണ്ട് മൈക്കെടുത്തതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വൃത്തികെട്ട വഹാബിസം, വൃത്തികെട്ട കുബൂരിസം എന്ന് പറഞ്ഞായിരിക്കും നല്ലത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിന്റെ വൃത്തികേട്, നിന്റെ വഹാബി പ്രസ്ഥാനത്തിന്റെ വൃത്തികേടാണ് ഇപ്പം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലച്ചോറില്ല നിങ്ങൾക്ക്. തലച്ചോറുണ്ടെങ്കിൽ ഈ അഭിപ്രായത്തിൽ നിങ്ങൾ ഇവിടെ വന്ന് ചോദിക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സിയാറത്ത് ചെയ്യാൻ ഷിയാക്കൾ പോകുന്ന സ്ഥലത്തൊക്കെ ഷിയാക്കളാന്ന് വരുത്തി തീർത്താൽ ഈ ഇബ്നു അബ്ദുൽ വഹാബിന് ഒരു പ്രശ്നവും വരുന്നില്ല. ഉസ്താദന്മാർ വിശദീകരിച്ചതിൻ്റെ തൊട്ട് അവിടെ ഒരുത്തനും പോകില്ലല്ലോ, വഹാബിയും പോകുന്നില്ലല്ലോ അവിടെ. അതേ സ്ഥാനത്ത്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള നേതാക്കന്മാരെ പോലും മറ്റേ ഈ ജൂദായിസം കടത്തിക്കൂട്ടി സഹാബാക്കൾ എന്ന് പറഞ്ഞ ഈ വർഗത്തിന്റെ യഥാർത്ഥ തനിനിറം. ജന്നത്തുൽ ബഖീലൊക്കെ പോയിട്ട് ഷിയാക്കൾ എന്തെല്ലാം കളിയാടുന്ന കളിക്കുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് അവിടെ നിന്നിട്ട് പോരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സിയാറത്തിന്ന്. അപ്പൊ ഇതൊക്കെ ഈ ചോദിക്കുന്നതിലൂടെ മഹാന്മാരെ മുഴുവനും ഈ ഷിയാക്കളുടെ കൂട്ടത്തിൽ പട്ടികയിൽ പെടുത്താനുള്ള വഹാബികളുടെ ഒരു പ്രേരണയാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം ഇപ്പൊ അവർക്ക് ഇത് ഇളകാനുള്ള കാരണം പാകിസ്ഥാൻ ഒരു പൊളിറ്റിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ഒരു പ്രസിഡന്റ് നമ്മുടെ സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയിനുദ്ദീൻ അൽ ചിശ്തി അവരുകളെ സിയാറത്ത് ചെയ്യാൻ വന്നു എന്ന് വഹാബികൾ കേട്ടപ്പോൾ തന്നെ ഒട്ടാകെ അഭിപ്രായമായി. കാരണം അസരി ഉസ്താദൊക്കെ സൂചിപ്പിച്ചതുപോലെ ലോക പ്രശസ്തനായ വലിയാണ്. ആ മറച്ചു വെക്കാൻ വേണ്ടി തലച്ചോറിന്റെ ഉള്ളിൽ നിന്ന് ഉദിച്ച വൃത്തികെട്ട ഒരു വാദമാണ് നിങ്ങളുടേതെന്ന് നിങ്ങൾ ഇപ്പൊ ഏതായാലും ഈ ക്ലാസ്സിൽ എല്ലാവരും മനസ്സിലാക്കി തന്നതിൽ നന്ദി രേഖപ്പെടുത്തി ഞാൻ മൈക്കിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് എന്നോട് ഞാൻ ആദ്യം ചോദ്യം വിഴുങ്ങിയെന്നല്ല, അതിന്റെ സത്യത്തിൽ രണ്ട് ചോദ്യം ഒരേ സമയം ചോദിക്കും. കരീം ഒരു മിനിറ്റ്, ഈ വിഷയമായിട്ട് ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ മൈക്ക് വരും. അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ്. കരീമിനാണ് കേട്ടോ അടുത്ത മൈക്ക്. അടുത്ത പ്രാവശ്യം അടുത്ത മൈക്ക് കരീമിന് തന്നെയാണ്. ഒരു മിനിറ്റ്, അദ്ദേഹത്തിന്റെ ഡോട്ടൊന്ന് ഒഴിവാക്കിയതാ. കരീം റൈസാൻ ചെയ്തോളൂ. ഓക്കെ ഓക്കെ, കരീം റൈസാൻ ചെയ്തോളൂ കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കുക. ഖാജ മൊയിനുദ്ദീൻ ചിശ്തി മഹാനവർകളെ കുറിച്ച് ഇപ്പൊ ചോദ്യം വന്നിട്ടേ ഉള്ളൂ. ആരെടുത്തുനിന്ന്? നമ്മളെ കൊടശ്ശേരിന്റെ അടുത്തുനിന്ന്. ഇവരെ നേതാക്കന്മാര് പറഞ്ഞത് എത്രയാണെന്ന് അറിയുന്നത്? കേൾക്കി, വെറുതെ പറയല്ല. ഇതൊക്കെ കാലാണ് വയസ്സ് കാലത്ത് ദീനുൽ ഇസ്ലാമിൽ വന്ന ആളായി അതുകൊണ്ട് മൂപ്പര അടപ്പൂരിയെ വർത്താന പറയണേ. കേട്ടോളി നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ വയസ്സ് കാലത്ത് ദീനുൽ ഇസ്ലാമിലേക്ക് വന്നതാണ്. അതുകൊണ്ട് മൂപ്പര വാക്ക് നമ്പാൻ പറ്റൂല. മൂപ്പർക്ക് നൊസ്സായിരുന്നു, ചെന്നിയായിരുന്നു. കേൾക്കണം. സെക്കൻഡ്, രണ്ടാമത്തത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു കുട്ടിയായിരിക്കുമ്പോൾ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നതല്ലേ? കേൾക്കണം, നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാം. മുജാഹിദീങ്ങൾ പഠിച്ചോ? വഹാബിസത്തിന്റെ അടപ്പ് തെറ്റിയ കുട്ടിയാകുന്ന സമയത്ത് ദീനുൽ ഇസ്ലാമിലേക്ക് വന്നതല്ലേ? കുട്ടിന്റെ ഇസ്ലാം ശരിയാകുമോ എന്നുള്ളതിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കേൾക്കണം, എന്താ പറഞ്ഞേ? കുട്ടിന്റെ ഇസ്ലാം കുട്ടിയായിരിക്കുന്ന സമയത്ത് ദീനിലേക്ക് വന്ന ആളാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഈ കുട്ടിന്റെ ഇസ്ലാം ശരിയാവുമോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി കഴിഞ്ഞിട്ടില്ല. ഇവിടുന്ന് ഒന്നും കൂടി പോയാല് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസനി റളിയല്ലാഹു തആല അൻഹു മഹാനവർകളാണെന്ന് സ്ഥിരപ്പെട്ടോ ഇല്ലയോ എന്നല്ല, സ്ഥിരപ്പെട്ടാൽ ഫർലൻ വ തഖദീറൻ സ്ഥിരപ്പെട്ടാൽ തന്നെ ആ മൂപ്പർ ചെയ്തത് ശിർക്കിലേക്ക് എത്തിക്കുന്ന പണിയാണ് എന്ന് പറഞ്ഞ വഹാബി. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കിക്കോളി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദീനിനു വേണ്ടിയല്ല യുദ്ധം ചെയ്തത്, ദുനിയാവിനും സമ്പത്തിനും വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞ വഹാബി. നിങ്ങൾ കേൾക്കണം, വഹാബിന്റെ കോലായത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു യുദ്ധം നയിച്ചതൊക്കെ ദീനിനു വേണ്ടിയായിരുന്നില്ല, ദുനിയാവിനും പണത്തിനും വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞ വഹാബി. കഴിഞ്ഞോ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭവിച്ചവനാണെന്ന് പച്ചയിൽ എഴുതി വെച്ച വഹാബി. നിങ്ങൾ യാക്കെത്തി ഞാൻ പറഞ്ഞുതരും. ഇവനല്ലേ, ഇവന്റെ വാക്ക് ചവറ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു. പോരങ്ങക്കത് ഈ വഹാബിയുടെ വാക്ക് ചവറ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു. അർഹിക്കുന്നില്ല അതിനൊന്നും മറുപടി. പോരങ്ങക്കത് ഇത്രയേറെ വലിയ മഹാന്മാരെ കുറിച്ചാ പറഞ്ഞു.
എന്നിട്ട് പറയുന്നു, ഇപ്പൊ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുകയാണ്, ഷിയയാണോ എന്നൊരു ആക്കല്. അതുകൊണ്ട് വല്ലാതെ ഇളക്കരുത്. ഇനിയും വേണം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തരാന് ഡസൻ കണക്കിന് കോട്ടക്കണക്കിനുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഏറ്റി കരീമേ റൈസെന്റ് ചെയ്തോ. നിങ്ങൾക്ക് എന്തൊക്കെയാ പറയാനുള്ള ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞോളൂ. കാരണം നമ്മളും അതിന് ഒരുങ്ങി തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഞാൻ മൈക്ക് വിട്ട് ഉസ്താദ്മാരൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അസ്സലാമു അലൈക്കും. അപ്പൊ ഖബറിന്റെ ചോദ്യം വിട്ടു കഴിഞ്ഞു. അപ്പൊ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്നുള്ള പോലെ തെളിവുണ്ടെങ്കിൽ തന്നാ തരക്കിടില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു സത്യവിശ്വാസം ചെയ്യൽ നിർബന്ധമാണോ അല്ലേ? നമസ്കാരം ഒഴിവാക്കുന്നത് പോലെ, സക്കാത്ത് കൊടുക്കുന്നത് പോലെ, ഹജ്ജ് ചെയ്യുന്നത് പോലെ, റമദാൻ നോമ്പ് നോക്കുന്നത് പോലെ. അസ്സലാമു അലൈക്കും. ഖബറിന്റെ ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് ആൺകുട്ടികളെ പോലെ പറയാൻ വേണ്ടി ചാൻസ് തന്നിരുന്നു. നിങ്ങൾ അന്ന് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു ഇത് ഹദീസ് എൻ്റെ അടുത്ത് വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത് എങ്കിൽ തൽക്കാലം അവിടെ അതിനുള്ള കൊട അവിടെ പൂട്ടി വെക്കുക കേട്ടാ. കാരണം ഇന്നേക്ക് അന്ന് എന്റെ അന്നത്തെ സംസാരം കേട്ടിട്ടില്ലായിരുന്നു നിങ്ങൾ? അന്ന് ഞാൻ എ.ടി. കരീമായിട്ട് നടത്തിയ സംസാരം നിങ്ങൾ കേട്ടിരുന്നോ? ആ കേട്ട ആൾക്കാരൊക്കെ ഒന്ന് എസ്തടിക്ക്. അത് അന്ന് ഞാനും പിന്നെ എ.ടി. കരീമും ഇപ്പൊ 2-3 ദിവസം മുമ്പ് നടത്തിയ ചർച്ച കേട്ട ആളുകളൊക്കെ ഒന്ന് എസ്തടിക്ക്. കേട്ട ആളുകൾ മാത്രമേ എസ്തടിക്കുക. ഞാൻ ബില്ലുപ്ത എനിക്ക് പറയാൻ കഴിയില്ല എന്നാണെന്നുള്ളത് ശരി. അന്ന് ഞാൻ എ.ടി. കരീമിനോട് ചോദിച്ചു, കരീമെ സഹീഹുൽ ബുഖാരി എന്ന് റസൂലുള്ളാഹിന്റെ ഖബർ ഉയർത്തപ്പെട്ടതാണെന്നതിന് രേഖ ഞാൻ സമർപ്പിക്കാം, നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോ കരീം ഞാൻ അത് സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നവര് യെസ് അടിച്ചോളൂ, അല്ല എന്ന് പറയുന്നവര് നോ അടിച്ചോളൂ. പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവർ നോ അടിച്ചോളൂ, പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നവർ യെസ് അടിച്ചോളൂ. ഇവിടെ അതിന്റെ ഒക്കെ ഇതുണ്ട് കേട്ടോ, അതിന്റെ ഒക്കെ റെക്കോർഡ് ഇവിടെ മൗജൂദാണ്. പറഞ്ഞിട്ടില്ല. അന്നത് പറയാണ്ട് തൽക്കാലം തടിയെടുത്തിട്ട് അന്നത്തെ ഓഫർ ഇന്നും കിട്ടുന്ന വെച്ചിട്ട് പതുക്കെ അങ്ങനെ വന്നു നോക്കിയതാ. നമ്മളെ അഷറഫ് മൗലവിന്റെ അടുത്തെല്ലാം പോയി ചോദിച്ചിട്ട് മൂപ്പര് ഇവിടെ പറഞ്ഞാൽ മതി. ഞാൻ മൗലവിമാരോടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഹദീസ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, ആ പയ്യോളി നുണ പറഞ്ഞതാണ് എന്ന് എ.ടി. കരീം ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഇടുകയാണെങ്കിൽ ഇന്ന് ഹദീസ് കൊടുക്കൂട്ടോ. കൊടുക്കൂല എന്നൊന്നും ഒരു വാദവും പയ്യോളിക്കില്ല. ഇത് മനസ്സിലാക്കണം, ഇത് ദീനുൽ ഇസ്ലാമല്ലേ. പയ്യോളി ഇന്നും ഹദീസ് കൊടുക്കും. പക്ഷേ മൗലവിമാരോടൊക്കെ ചോദിച്ച് മൗലവിമാരൊക്കെ പയ്യോളി പറഞ്ഞത് നുണയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നും കൊടുക്കും ആ ഹദീസ്. അല്ല എങ്കിൽ തൽക്കാലം ആ ഓഫർ അത് അനിശ്ചിത കാലത്തേക്കല്ലായിരുന്നു, അത് താൽക്കാലികമുള്ള ഒരു ഓഫറായിരുന്നു. അത് നിങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ട് ആ ഓഫറിനുള്ള കാലാവധി കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് നിർബന്ധമല്ലേ? നിസ്കാരം നിർവഹിക്കുന്നത് പോലെ, നോമ്പ് നിർവഹിക്കുന്നത് പോലെ, സക്കാത്ത് നിർവഹിക്കുന്നത് പോലെ. അങ്ങനെ മാത്രമാണെന്ന് പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിർബന്ധം അല്ലാത്തതും ഉണ്ട്. ഉദാഹരണം, കുലു വഷ്റബു, നിങ്ങൾ തിന്നുകയും നിങ്ങൾ കുടിക്കുകയും. അത് ഇബാഹത്തിനാണ്, ഹലാലാണ്. നിങ്ങൾക്ക് കുടിക്കലും തിന്നലും അനുവദനീയമാണ് എന്ന അർത്ഥത്തിനാണ്. അതുപോലെ നിർബന്ധമല്ലാത്തതിനും അള്ളാഹു ഉപയോഗപ്പെടുത്താറുണ്ട് അംറിന്റെ സിഗകൾ. മനസ്സിലായില്ലേ? കൽപ്പനയുടെ സ്വരം ഖുർആനിലും ഹദീസിലും കാണാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ കൽപ്പനയും അത് വുജൂബിനാണ് എന്ന ഒരു വാദം ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എ.ടി. കരീമിന് അങ്ങനെ ഒരു വാദം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് മുഅ്ളബുൽ അംറും വുജൂബിനാണ് ഉണ്ടാവാറുള്ളത് എന്നും ഓർമ്മിപ്പിക്കുന്നു. എ.ടി. കരീം ആയിക്കൊടുത്തോളൂ. ഏതായാലും ആ സഹി ഹദീസ് തരുമെന്ന് വിശ്വസിക്കുന്നു. ഹദീസ് കിട്ടാൻ നമുക്ക് ചർച്ചയ്ക്ക് ആരോട് അന്വേഷിക്കാമല്ലോ അതിനെ പറ്റി. ഇത് സഹി ഹദീസാണോ, എന്താണ് ഇതിന്റെ ചരിത്രം? കാരണം ഇന്ന് വരെ അങ്ങനെ അവർ കെട്ടിപ്പൊക്കിയിട്ടില്ല എന്നുള്ള അറിവാണ് എനിക്കുള്ളത്. ശരി, അപ്പൊ അങ്ങനെ എന്നുള്ള ആയത്ത് അള്ളാഹു കൽപ്പിച്ച് തെറ്റ് ചെയ്തവർ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തെറ്റ് ചെയ്തവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടണം എന്ന് പറയുമ്പോൾ അത് നിർബന്ധമായി വരില്ല. അപ്പൊ തെറ്റ് ചെയ്ത മുസ്ലിങ്ങളൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പാപമോചനം തേടേണ്ടതുണ്ടോ? അള്ളാഹ്
അതിലെവിടെ എത്തിക്കരിയുന്ന കൽപ്പന? അതിലെവിടെ കൽപ്പന? വലൗ അന്നഹും ഇളലമോ അംഫുസഹും ജാഊക എന്നുള്ളതിലെവിടെ കൽപ്പനന്റെ അംറിന്റെ സീഗ? കൽപ്പനാസ്വരം എവിടെ? ഞാൻ കണ്ടില്ല. ഉസ്താദ്മാരെ, ഞാൻ കാണാത്ത അംറിന്റെ സീഗയിലുണ്ടോ? കൽപ്പനാസ്വരയിലുണ്ടോ? നിന്റെ ഉസ്താദ്മാര് ഒന്ന് പ്രതികരിക്കുക. ബഹുമാനപ്പെട്ട ഉസ്താദ്മാര്, പിന്നെ നമ്മൾ അജയ് ഉസ്താദൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോ ഉസ്താദ് മ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും, കാരണം ഏറെയില്ലാത്തതുകൊണ്ട്. അംറിന്റെ സീഗ അതിൽ കാണുന്നുണ്ടോ? എനിക്കറിയില്ല. അതിൽ കൽപ്പനാസ്വരം ഉണ്ടോ? എത്തിക്കരിമ ഏതാണ് കൽപ്പനാസ്വരം? ഒന്ന് ആ ലഫ്ള് ഒന്ന് പറഞ്ഞോളൂ. ഏതാണ് ആ കൽപ്പനാസ്വരം? ഒന്ന് മൈക്കെടുത്തിട്ട് ഞാൻ കാണാത്ത കൽപ്പനാസ്വരം ഏതാണെന്ന് ഒന്ന് പറഞ്ഞു തരും കേട്ടോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എത്തിക്കരി മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനല്ല കൽപ്പനാസ്വരം ഉണ്ട് എന്നുള്ള പറഞ്ഞത്. ജിസാൻ ഈ പറഞ്ഞു തെറ്റ് ചെയ്ത ആളുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പാപമോചനം തേടണം. അതിന് തെളിവാണ് ധരിച്ചത് അറാബിന്റെ യാ ഖൈറ മൻ ദുഫിനത്തി ബിൽഖായി അഅ്ലമുഹു എന്നുള്ള ആ പദ്യത്തിന്റെ അർത്ഥം പറഞ്ഞിട്ടില്ലെങ്കിലും അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ആ കാട്ടറബി വന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിച്ച കാര്യം, ആ ചരിത്രം ഉത്തുബിന്റെ സംഭവം ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതിൽ തെറ്റ് ചെയ്തവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പാപമോചനം തേടാമെന്നല്ലേ പറഞ്ഞ നേരത്തെ. അസ്സലാമു അലൈക്കും. തേടുന്നവരെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയാം, അല്ലാതെ കൽപ്പിച്ചു എന്നല്ല ജിഷ്ടാനും പറഞ്ഞത്. കൽപ്പന ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ കേട്ടോ എ ടി കരീമേ? കൽപ്പിച്ചു എ ടി കരീം അങ്ങനെ കേട്ടോ? കൽപ്പിച്ചു ജിഷാൻ അങ്ങനെ പറഞ്ഞ? ജിഷാൻ ഇവിടെ ഇല്ലേ? പറച്ചോനെ, ഞാൻ കേൾക്കാണ്ടത്ത ജിഷാൻ എന്തെങ്കിലും പറഞ്ഞ? ജിഷാന് കൽപ്പിച്ചു എന്നുള്ളൊരു വാക്ക് പറഞ്ഞ? അല്ല കൽപ്പിച്ചു ജിഷാൻ എന്താ ഇവിടെ? ജിഷാൻ ഇല്ലേ? എന്നാ പിന്നെ നിയാസ് കേട്ടിട്ടുണ്ടാവും. നിയാസ് ആദ്യം തന്നെ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടാവും. നിയാസ് അങ്ങനെ കൽപ്പിച്ചു എന്നൊരു വാക്ക് അതിൽ പറഞ്ഞിട്ടുണ്ടോ? ജിഷാൻ അങ്ങനെ കൽപ്പിച്ചു എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നിയാസും ഇല്ല. എന്നാ പിന്നെ കേൾക്കുന്നില്ലേ? കാണുന്നില്ലല്ലോ. ഓക്കെ, നിയാസും ഇല്ല എന്ന് തോന്നുന്നു. ഇനി ഓക്കെ, ഏതായാലും നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. വലൗ അന്നഹും ഇളലമു അൻഫുസഹും. അതിൽ അല്ലാഹ് പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ വന്ന് നബിയോട് പാപമോചനം തേടിയാൽ അവർക്ക് അള്ളാഹു പൊറത്തു കൊടുക്കുന്നവനായും റഹ്മത്ത് ചെയ്യുന്നവനായും എത്തിക്കുന്നതാണ് എന്നാണ് ആ ആയത്തിൽ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? അത് തെറ്റല്ല. വേറെണ്ണം വന്നു കഴിഞ്ഞാൽ ഉപകാരമുണ്ട് എന്നാ. ഉപകാരമുണ്ട് എന്നാ. വന്നാൽ ഉപകാരമുണ്ട്. വന്നാൽ വരൽ നിർബന്ധമാണെന്നല്ല, വന്നാൽ അതിന്റെ ഉപകാരം എന്താണ്? അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പാപം പൊറുത്തു കൊടുക്കും, അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യും എന്നാണ്. അത് ഹസ് ഒരു പ്രേരണ അതിന് പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ മാന, അല്ലാതെ കൽപ്പനയല്ല. ഇനി കൽപ്പനയാണെന്ന് വന്നാൽ തന്നെ അത് ഈജാബിന്റെ അമ്രായിക്കൊള്ളണം എന്നില്ല എല്ലായിടത്തും. ഞാൻ ഇവിടെ മാത്രമല്ല പറഞ്ഞത്, ഈ മൊത്തത്തിലുള്ള മസല. കൽപ്പന ഉള്ളതെല്ലാം ഈജാബിനാണെന്നും പറയാൻ പറ്റില്ല. ഇനി ഓക്കെ 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 അതിലേക്ക് വരും. ഓക്കെ, അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഓക്കെ അപ്പോ ശരിക്കും ശ്രദ്ധിക്കാം, ഈജാബിനായിക്കൊള്ളണം എന്നില്ല. ഇനി ഈജാബിനാണെങ്കിൽ തന്നെ അതിന്റെ നിഗൂഢ വശങ്ങൾ പിന്നെയും ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതാണ്. ഓക്കെ 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 അത് കുഴപ്പമില്ല. അത് ഓക്കെ ഓക്കെ പോകാം. മാഷാ അല്ലാഹ്. എത്തിക്കലും മൈക്കെടുത്തോളൂ. ഇനി എന്താണ് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പറഞ്ഞ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വരണം എന്നാണ് ഇത് ഈ ആയത്തുള്ളത്. ഈ ആയത്തിൽ എവിടെയാണ് ഖബറിന്റെ അടുത്ത് വരണം എന്നുള്ളത്? അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഏതെല്ലാം സഹാബത്താണ് അങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വന്ന് പാപമോചനം തേടിയ സഹാബികൾ എന്നും കൂടി ഒന്ന് പറയുന്ന തിരക്കില്ല. അസ്സലാമു അലൈക്കും. അത് ജിഷാൻ അവിടെ തന്നെ പറഞ്ഞു, യുർഷിദു തആല അൽ ഉസ്വാത വൽ മുസ്ലിബീന ഇദാ വഖഅ മിൻഹുമുൽ ഖത്ഉ അവിൽ ഇസ്യാനു അൻ യഅതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും വഇൻ ഫഅലൂ ദാലിക ലവജദുല്ലാഹ തവ്വാബർ റഹീമാ.
ഇത് ഇബ്നു കസീറിനെ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ തന്നെ ജിഷാൻ സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു നിർദ്ദേശിക്കുകയാണ്, കൽപ്പിക്കുകയല്ല. അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. എന്ത്? അൽ ഉസ്വാത്ത മുഴുവൻ ദോഷികളോടും, വൽ മുദ്നിബീന മുഴുവൻ പാപികളോടും, ഇദാ വഖഅ മിൻഹുമുൽ ഖത്ഉ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പാപം, അവൽ ഇസ്യാനു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അയ്യതു ഇലാ റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരണമെന്ന നിർദ്ദേശം അവിടെ ഉണ്ട്. എന്നിട്ട് വയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണമെന്നും വയസ്അലൂഹു നബിയോടും ആവശ്യപ്പെടണമെന്ന്, വയസ്അലൂഹു നബിയോടും ആവശ്യപ്പെടണം, അയ്യസ്തഗ്ഫിറ ലഹും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെടണമെന്നും അള്ളാന്റെ നിർദ്ദേശം ഉണ്ട് എന്ന്. അപ്പൊ പിന്നെ ഇവിടെ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്. ഇവിടെ ഇബ്നു കസീർ മരിച്ചതിന് ശേഷം അല്ലാതെ പറഞ്ഞു ജീവിതകാലത്തുള്ള നബിനെ കുറിച്ചല്ലേ എന്നുള്ള ഒരു ചോദ്യം അവിടെ വരും. അല്ലെന്നാണ് മഹാനവർകൾ തൊട്ട് താഴെ ഉദ്ധരണിയിൽ നിന്ന് തെളിയിക്കുന്നത്. അതിനാണ് അദ്ദേഹം ഉത്ബിയുടെ സംഭവം കൊണ്ടുവരുന്നത്. മരണപ്പെട്ടുപോയ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് ഇത് ചെയ്ത സംഭവം ഈ പറഞ്ഞത് വഫാത്തിന് ശേഷമുള്ള നബിക്കും ബാധകമാണെന്നാണ് അറിയിക്കുന്നത്. കലാമിന്റെ സിയാഖ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മൈക്കെടുത്തു. അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ആയത്തിറങ്ങാൻ അവതര പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതൊക്കെ വിവരിക്കാം. അത് വിവരിച്ചിട്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം? ഇബ്നു തൈമിയ്യ മജ്മൂഉ ഫതാവ പറഞ്ഞ എന്താ അറിയാ, ഈ എത്തിക്കരീമി വിവരക്കേടൊന്നും പറയരുത് കേട്ടോളൂ. മജ്മൂഉ ഫതാവ ഒരു മിനിറ്റ് ബാബക്ക ഒരൊറ്റ മിനിറ്റ് അതൊന്നും എടുത്ത് വായിച്ചു കൊടുത്താൽ എന്നാ പിന്നെ അവതരണ പശ്ചാത്തലം വായിക്കേണ്ടി വരൂല. അവതരണ പശ്ചാത്തലം എന്നാ പിന്നെ വായിക്കേണ്ടി വരില്ല. നമ്മൾ വെറുതെ ടൈം മെനക്കെടുത്തേണ്ടി വരില്ല. അതുകൂടി അങ്ങ് വായിച്ചു കൊടുത്താല്. ഒറ്റ മിനിറ്റ് കേട്ടോ. ഒറ്റ മിനിറ്റ് ആരും ഇതാക്കല്ലേ. കേട്ടോളി. ഒരു മിനിറ്റ് ബാബക്ക് ഇതൊന്നും കഴിഞ്ഞോട്ടെ. ഇതൊറ്റ മിനിറ്റ് ഇതൊന്ന് വായിച്ചു കൊടുത്താൽ മതി. വൽ ആയാത്തുല്ലതി അൻസലഹല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതല്ല അത് റിമൂവ് ചെയ്തോളെ മുഫാദ് മോൻ. അതല്ല വൽ ആയാത്തുല്ലതി അൻസലഹല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മേലിൽ ഇറക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള മുഴുവൻ ആയാത്തുകളും ഫീഹാ ഖിതാബുൽ ലിജമീഇൽ ഖൽഖി മുഴുവൻ സൃഷ്ടികളോടും ഉള്ള അഭിസംബോധനയാണത്. മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ മാത്രമല്ല ആൾക്കാർക്കും ആ മുനാഫിക്കീങ്ങൾക്കും മാത്രമല്ല. ശരിക്കും പഠിച്ചോ. ഫീഹാ ഖിതാബുൽ ലിജമീഇൽ ഖൽഖി മുഴുവൻ ആളുകളോടും ഉള്ള സംബോധനയാണത്. മിനൽ ഇൻസി വൽ ജിന്നി ജിന്നുകൾക്കും ബാധകമാണ്, ഇൻസുകൾക്കും ബാധകമാണ്. ഇത് കാരണം കാനത്ത് റിസാലത്തുഹു അമ്മത്തൽ ലിസ്സഖലൈനി അല്ലാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റസൂലാക്കിയത് ജിന്ന് ഇൻസിന് മുഴുവനും ആയിട്ടാണ്. ഇനിയാണ് പഠിക്കേണ്ടത്. മിൻ അസ്ബാബി നുസൂലിൽ ആയാത്തി ആയത്ത് ഇറങ്ങാനുള്ള പാശ്ചാത്തലമാണെങ്കിലും ശരിക്കും പഠിച്ച എട്ടിക്കരീമേ, വിവരമില്ലാത്ത മൗലവിമാരുടെ പൊട്ടത്തരം കേട്ടിട്ട് പൊട്ടിച്ചിരിക്കാൻ നിൽക്കണ്ട. മൗലവിമാർ കുടുങ്ങിപ്പോകും. മൗലവിമാർ ഇങ്ങളെ കൈയൊഴിഞ്ഞു കളയും. മിൻ അസ്ബാബി നുസൂലിൽ ആയാത്തി മാകാന മൗജൂദൻ ഫിൽ അറബി അറബികളിലുള്ള ഒരു വിഭാഗത്തിലോ ഗോത്രത്തിലോ അല്ലെങ്കിൽ അറബികൾക്ക് മാത്രമോ ആയിട്ടാണ് ആ ആയത്ത് ഇറങ്ങാനുള്ള പാശ്ചാത്തലമെങ്കിലും ശരി, അത് മുഴുവൻ സൃഷ്ടികൾക്കും ബാധകമാണ്. ഫലൈസ ശൈഉം മിനൽ ആയാത്തി. ഇനി പഠിച്ചോ. ഫലൈസ ശൈഉം മിനൽ ആയാത്തി ഒരു ആയത്തും ഖുർആനിലില്ല.
ഒരൊറ്റ ആയത്തും ഖുർആനിലില്ല. മുഖ്തസൻ ബിസ്സബബിൽ മുഅയ്യനിൽ ലദീ നസല ഫീഹി, ആ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലത്തിൽ മാത്രം ബാധകമാകുന്ന ഒരായത്തും ഖുർആനിലില്ല. ബിത്തിഫാഖിൽ മുസ്ലിമീൻ, ഇത് മുസ്ലിങ്ങൾ ഏകാഭിപ്രായക്കാരാണ്. ഏകാഭിപ്രായമാണ് ഇതിൽ മുസ്ലിങ്ങൾക്ക്. ഏതെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി ആയത്തിറങ്ങി എന്നുള്ളത് കൊണ്ട് ആ കാരണത്തിന് മാത്രമായിട്ട് ഖുർആനിൽ ഒരൊറ്റ ആയത്തും ഇല്ല കരീമ്. ഇത് പറയുന്നത് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തുകയാണ്. പഠിച്ചു വെച്ചോ. ഇനി എന്താ കരീമിന് പറയാനുള്ളത്? അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട ബാവക്കൊന്ന് മൈക്കെടുത്തോട്ടെ, അതിനുശേഷം കരീമിന് എടുക്കാം. കരീമ് പോകരുത്. ബാവക്ക ഒരു മിനിറ്റ്, കരീമ് മുങ്ങിക്കളയും. ഒറ്റ മിനിറ്റ് ബാവക്ക, ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യോ. ക്ഷമാപണം ചോദിക്കുകയാണ്. കരീം ഇപ്പൊ ബാവക്ക മൈക്കെടുത്താൽ ചിലപ്പോൾ മുങ്ങാനുള്ള സാധ്യത ഉണ്ട്. കരീം എന്ത് പറയുന്നു? വേഗം മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും. വയോസ്ഥാന്റെ ചോദ്യം ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റ് ചെയ്ത ഏതെല്ലാം സഹാബത്തായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ വന്ന് പാപമോചനം തേടിയത്? അല്ല, ഇപ്പൊ ഖുർആനിലുണ്ടായ പോരാ, പിന്നെ സഹാബത്തും ചെയ്യണം. സഹാബത്ത് ചെയ്തതിന്റെയൊന്നല്ല, സഹാബത്ത് ചെയ്ത് രേഖപ്പെടണോ? ഖുർആനിലുണ്ടായ പോരാ? അല്ല, അതാ നിങ്ങൾ മനസ്സിലാക്കണ്ടേ. ഈ വഹാബിന്റെ കുഴപ്പം എന്താ അറിയോ? ഖുർആൻ ഇപ്പൊ മൂപ്പര് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, ഖുർആനിന്റെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണ്ടേ, അത് നമ്മൾ സ്വീകരിക്കണ്ടേ. പിന്നെ നമ്മളിതിനെ മറ്റുള്ളവരൊക്കേണ്ട ആവശ്യം, നമ്മൾ വേറെ മറ്റുള്ളവരൊക്കേണ്ട ആവശ്യം. ഖുർആനില് അല്ല ഒരു കാര്യം പറയാണ്, അല്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് സഹാബികൾ ചെയ്തോ ഇല്ലയോ? ചെയ്തു തെളിയിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇഷ്ടം പോലെ ഡസൻ കണക്കിന് ഇൻഷാ അല്ലാഹ് ഞാൻ രേഖാസഹിതം നിങ്ങൾക്ക് സമർപ്പിക്കാം. അള്ളാന്റെ തൗഫീഖോടുകൂടെ ഡസൻ കണക്കിന് രേഖാസഹിതം എനിക്ക് സമർപ്പിക്കാൻ കഴിയും. പക്ഷെ അതല്ല പ്രശ്നം. ഇനി ഖുർആനിന്റെ ഒരു കാര്യം അല്ല പറഞ്ഞാൽ പിന്നെ സഹാബത്തും അത് ചെയ്ത് കാണിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞോ? എനിക്ക് മനസ്സിലായില്ല. ഖുർആനിന്റെ ഒരു കാര്യം പറഞ്ഞാല് അത് പിന്നെ സഹാബികളും ചെയ്ത് കാണിച്ചാലേ നിങ്ങൾക്ക് ബാധകാവൂ? അങ്ങനെ എന്താ കരീമ? വിവരക്കേടിന്റെ അങ്ങേയറ്റം നെല്ലിപ്പടിയിൽ നിൽക്കല്ലേ, കുറച്ചിങ്ങോട്ട് മേലെ കയറി. കുറെ കാലായാലും ഇതൊക്കെ കേൾക്കൽ തുടങ്ങിയിട്ട് ഇപ്പോഴും ആ വിവരക്കേടിന്റെ താഴത്തേക്ക് പോകല്ലേ, കുറച്ചിങ്ങോട്ട് മേലെ കയറാൻ ശ്രമിക്കുക. ഖുർആനിലൊരു ആയത്ത് ഉണ്ട് എന്നും പോകുന്നത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നും ബോധ്യപ്പെട്ടാലും നമുക്കത് സ്വീകരിക്കാൻ പറ്റൂല. അള്ള എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, ഇവിടെ അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് ചെയ്തു എന്ന് സ്ഥിരപ്പെട്ടാലേ ആ കാര്യം ബോധ്യപ്പെടുന്നു. യവനാ പഠിപ്പിച്ചു തന്നത്? ആരാത് പഠിപ്പിച്ചു തന്നത്? അതൊക്കെ വഹാബിസത്തിന്റെ തലയില്ലാത്ത പൊട്ടത്തരാണ്. പഠിച്ചു വെച്ചോ. നിങ്ങൾ എന്താ മനസ്സിലാക്കി? പെട്ടെന്നൊന്നും അങ്ങോട്ട് കഴിച്ചിലാവില്ല. ഏറ്റിക്കരും മൈക്കിലേക്ക് വാ, എന്നിട്ട് പറയും ഖുർആനിന്റെ ഒരു കാര്യം ഉണ്ടായാലും അത് സ്വീകരിക്കാൻ ബാധ്യതയില്ല, സഹാബത്ത് ചെയ്തത് സ്ഥിരപ്പെടണമെന്ന് ആരാങ്ങൾക്ക് പഠിപ്പിച്ചു തന്നെ. വേഗം മൈക്കെടുക്കും. പയ്യോള് ചൂടാകല്ലേ? ഈ ആയത്ത് ഇറങ്ങിയത് സഹാബത്തിനിടയിലാണ്, അവരാണ് ഈ പ്രാവർത്തികമാക്കേണ്ടത്. ഇത് അവർ കാണിച്ചു ആയത്ത് പഠിപ്പിച്ചു കൊടുത്ത സഹാബത്തിനാണ്. അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടായിട്ട് അത് സഹാബത്ത് പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് പറയേണ്ടത്. അസ്സലാമു അലൈക്കും. ഇല്ലാന്ന് ഇവിടെ ആരാ പറഞ്ഞു? ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. ഇല്ലാന്ന് വന്നാൽ തന്നെ അത് നമുക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് നിങ്ങളുടെ വാദം. ഇനി ഉണ്ടെന്ന് സമർത്ഥിക്കാൻ പറ്റില്ല എന്ന് എന്നാൽ ഖുർആനിലുള്ള നമുക്ക് സ്വീകരിക്കാൻ പാടില്ല നിങ്ങളോട് ആരോ പറഞ്ഞു? അത് ശരി. ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ സഹാബത്ത് അത് ചെയ്തു എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്കത് സ്വീകരിക്കാൻ പാടില്ല. ഖുർആനിലുള്ളത് തള്ളിക്കളയണം. അതിലൊക്കെ വഹാബിനല്ലേ കിട്ടുള്ളൂ, അതിലൊക്കെ വഹാബിയല്ലേ കിട്ടുള്ളൂ. കുടുംബം പറയും ഖുർആനെതിരെ ഹദീസ് തന്നെ സ്വീകരിക്കൂലാന്ന്, ഖുർആനെതിരെ സഹാബി ചെയ്താലും ഞങ്ങൾ സ്വീകരിക്കൂലാന്ന് കുടുംബം പറയും. ഇപ്പൊ വേറത്തെ കുടുംബം പറയും ഖുർആനിലുണ്ടായാലും സഹാബത്ത് ചെയ്തിട്ടില്ലേ ഞങ്ങൾ സ്വീകരിക്കൂലാന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഖുർആനെതിരെ സഹാബി ചെയ്താൽ സ്വീകരിക്കേണ്ട ബാധ്യതയില്ലാന്ന് ഒരുത്തെ പറയും, വേറൊരുത്തെ പറയും സഹാബത്ത് ഖുർആനെതിരെ ചെയ്താൽ അവിടെ സഹാബത്തിനാണ് മുന്തിക്കേണ്ടത്, ഖുർആനെ തള്ളുക വേണ്ടത്. എന്ത് ന്യായ കരീമേ? ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ് എന്റെ കരീമ ഈ ന്യായങ്ങളൊക്കെ? വിവരക്കേട് പറഞ്ഞോളൂ നിങ്ങള്. പക്ഷെ ഖുർആനിലൊരു കാര്യം സ്ഥിരപ്പെട്ട് വന്നു, അതിനെ നിഷേധിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം അത് ആഖിറം നഷ്ടപ്പെടുത്തും, അത് ആഖിറം നഷ്ടപ്പെടുത്തും നിങ്ങൾക്ക്.
കാരണം ഇതൊക്കെ മനസ്സിലാക്കി സഹാബത്ത് ചെയ്തു ഇഷ്ടം പോലെ രേഖാസഹിതം എനിക്ക് സമർത്ഥിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമർത്ഥിക്കാനാകും. ഇനി ഇല്ല എന്ന് വെക്കുക, അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് വെക്കുക, എന്നാൽ ഖുർആനിലുള്ളത് സ്വീകരിക്കണ്ടേ? അത് തള്ളിക്കളയണമെന്ന് സഹാബത്ത് അങ്ങനെ ചെയ്തായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞാൽ സ്വീകരിക്കൂല. ആരാ നിങ്ങളോട് പറഞ്ഞത്? ഇവരൊക്കെയോട് പറയല്ല കരീമേ, ആവശ്യമുള്ള വല്ലതും സംസാരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ എന്താ വിഷയം പയ്യോളൂ ഉസ്താദേ? ഇവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതെ ഒരു യഹൂദിയെ വിധികർത്താവ് അംഗീകരിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുകയും അങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ അവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ തെറ്റ് ചെയ്തത്. അങ്ങനെ അവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് അപേക്ഷിക്കുകയും ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ എന്നുള്ളതല്ല ആയത്തിന്റെ ഏകദേശം ചെറിയൊരു വിവരണം. അപ്പോൾ ഇത് തെറ്റ് ചെയ്ത് ഒരാളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പയ്യോളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പയ്യോളോട് ചെന്ന് മാപ്പിനെ അപേക്ഷിക്കാൻ എന്നോട് പൊറുക്കണമെന്ന് പറയുകയും പയ്യോളി എനിക്ക് പുറത്തു തരികയും പയ്യോളി എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാകുന്നുള്ളൂ. അല്ല തെറ്റ് ചെയ്ത സഹാബത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടത്തിൽ വന്ന് ആ പാപമോചനം തേടണം. എന്ത് തെറ്റ് ചെയ്താലും പാപമോചനം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പാപമോചനം തേടണം എന്ന് ഈ ആയത്തിൽ എവിടെയുള്ളത്? അതല്ല കരളെ ആദ്യം പറഞ്ഞ ഇബ്നു കസീർ അതാ പറയുന്നു, യുർഷിദു തആല അൽ ഉസാത്ത, എല്ലാ ദോഷികളോടും, അക്കാലത്തുള്ളത് മാത്രമല്ല എല്ലാ ദോഷികളോടും, വൽ മുദ്നിബീന, എല്ലാ പാപികളോടും, അയ്യതു ഇലാ റസൂലില്ല, അക്കാലത്തുള്ള മുനാഫിക്കീങ്ങളോട് എന്നല്ല പറഞ്ഞതേ, ആ കാലത്തുള്ള മുനാഫിക്കീങ്ങളോട് എന്നല്ല പറഞ്ഞതേ, ഇദാ വഖഅ മിൻഹുൽ ഖത്ഉ അബിൻ നിസ്യാനു, എന്തെങ്കിലും ഒരു ദോഷം എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നിട്ട് പാപമോചനം തേടാൻ വേണ്ടി ആവശ്യപ്പെടണം. ഇതാരാ പറഞ്ഞ? ഇബ്നു കസീറാ പറയുന്നത്. ആ ഖുർആനിലെ നിർദ്ദേശം അതാണ്. ഇനി വായിക്കെടുക്ക്, അത് ഇബ്നു കസീറാ രേഖപ്പെടുത്തി. ഞാൻ എന്റെ വക തൊള്ളവടായിട്ടല്ലോ, ഞാൻ രേഖ ഉദ്ധരിച്ചിട്ടില്ല പറഞ്ഞ. വായിക്കെടുക്ക്. അപ്പോഴതെല്ലാം പറഞ്ഞത് തെറ്റ് ചെയ്യും. മുസ്ലിം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിന്റെ അടുത്ത് പോയി പാപമോചനം തേടേണ്ടതില്ലേ? ഇത് സാധ്യമല്ല. ഇത് ഇങ്ങനെ ചെയ്യാത്തവരുടെ അവസ്ഥ എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ ചോദ്യത്തിന് അൽഹംദുലില്ലാ ഞാൻ മറുപടി പറഞ്ഞേക്കാം. പക്ഷേ എന്തായാലും തെറ്റ് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറിന്റെ അടുക്കൽ വന്ന് തെറ്റ് പിന്നെ ഈ പാപമോചനം തേടുക എന്നുള്ളതും തേടാൻ വേണ്ടി ആവശ്യപ്പെടുക എന്നുള്ളതും അത് തെറ്റല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഇനി അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ പറ്റി ഞാൻ അപ്പൊ വിശദീകരിക്കാം. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ, ഇതിനോട് തീരട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കബറിന്റെ അടുക്കലേക്ക് വന്ന് പാപമോചനം, നബിയെ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടണം എന്ന് കബറിന്റെ അടുക്കൽ വന്ന് പറയണം. ഇത് നിങ്ങൾക്ക് സ്വീകാര്യായോ? എന്നിട്ട് പിന്നെ പറയാത്ത ആൾക്കാരെ നമുക്ക് ആലോചിക്കാം. അത് നിങ്ങൾക്ക് അംഗീകാരം കിട്ടിയോ? പിന്നെ പറയാത്ത ആളുകളുടെ ശിക്ഷ നിങ്ങൾക്ക് കിട്ടേണ്ടത് തെറ്റുകാരാവില്ലേ? ഇൻഷാ അല്ലാഹ് തെളിയിച്ചു തരും. അതും ഖുർആൻ കൊണ്ട് തെളിയിച്ചു തരും. ഈ ഒരു ആയത്ത് മാത്രമല്ല, ഖുർആനിൽ എത്ര ആയത്തുണ്ട് ഇസ്തിഗ്ഹാസത്ത്. നിങ്ങൾ എന്താ വിചാരിച്ച്? ആ ആയത്ത് കൊണ്ട് ഞാൻ തെളിയിക്കും സർവ്വ വഹാബി നരകത്തിലാണ്, അള്ളാഹ് വിചാരിച്ചിട്ട് ഞാൻ തെളിയിക്കും. ഇത് വെറുതെ പറയല്ല കരീമ, ഇത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നല്ല, ഇത് വെറുതെ പറയല്ല. അതുകൊണ്ട് മൈക്കിലേക്ക് വന്നിട്ട് പറ, എന്ത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറിന്റെ അടുക്കലേക്ക് വന്ന് തേടൽ തെറ്റല്ല, അത് ഖുർആന്റെ നിർദ്ദേശമുള്ളത് തന്നെയാണ്. ഇനി അത് ചെയ്യാത്ത ആൾക്കാരെ കുറിച്ചാണ് നിങ്ങളുടെ സംശയമെങ്കിൽ ഞാൻ അന്നേരം മറുപടി പറയാം. പക്ഷേ നബി തങ്ങളുടെ കബറിന്റെ അടുക്കലേക്ക് വന്ന് സഹായം തേടൽ തെറ്റല്ല, അത് ഖുർആന്റെ നിർദ്ദേശമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? മൈക്കെടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ആയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തെറ്റ് ചെയ്തവർ, സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്തവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പാപമോചനം ചെയ്യാനുള്ള ആയത്താണോ, അതോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തെറ്റ് ചെയ്തവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടാനുള്ള ആ അവരുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത തെറ്റിനെ കുറിച്ച് മാഫ് അപേക്ഷിക്കാനുള്ള ആയത്താണോ? സ്വന്തത്തോട് തെറ്റ് ചെയ്തവരോട് മാപ്പപേക്ഷിക്കാനുള്ള ആയത്താണ്. ഖുർആൻ അങ്ങനെ പറഞ്ഞത്, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും, അവരുടെ സ്വശരീരത്തോട് തെറ്റ് ചെയ്തവർ എന്നാണ്. മൈക്കെടുക്ക്. സ്വന്തത്തോട് തെറ്റ് ചെയ്തവർ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കലേക്ക് വരാൻ തന്നെയാണ്. മൈക്കെടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശരി, ഈ ആയത്തിൽ എവിടെയാണ് ഖബറിന്റെ അടുത്ത് വരണം എന്നുള്ളത്?
അതൊന്ന് പറഞ്ഞത് തിരക്കേടില്ല. അസ്സലാമു അലൈക്കും. ഈ ആയത്തിൽ എവിടെയാണ് ഖബറിന്റെ അടുത്ത് വരണം എന്നുള്ളത്? അസ്സലാമു അലൈക്കും. ഓക്കെ, അത് കാണിക്കാം. ഇപ്പൊ സ്വന്തത്തോട് തെറ്റിയതവരാണ് നിങ്ങൾക്ക് മനസ്സിലായോ? സ്വന്തത്തോട് തെറ്റിയതവരാണ് നിങ്ങൾക്ക് ഓരോന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാ. ഇനി എല്ലാം കൂടി ഒന്നിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കാലത്ത് കുൽത്താറുണ്ട്. സ്വന്തത്തോട് തെറ്റ് ചെയ്തവർക്കാണ് ഈ ആയത്ത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ കഴിഞ്ഞ് നിങ്ങൾക്ക് പോയിട്ടിരുന്ന വലവ് അന്നഹും ഇവ്വലമു അൻഫുസഹും നഫ്സിന്റെ അൻഫുസ് മനസ്സിലായോ? സ്വന്തത്തോട് സ്വശരീരത്തോട് തെറ്റ് ചെയ്തവർ അവർക്കാണ് ഈ ആയത്ത് എന്ന് മനസ്സിലായോ? മൈക്കെടുത്തിട്ട് അത് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ആയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തെറ്റ് ചെയ്തവർക്കാണ് ഇറങ്ങിയ ആയത്താണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. സ്വന്തത്തോട് എന്ന് പറഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധിക്കാരം കാണിച്ചവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവായി സ്വന്തത്തോട് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിങ്ങളോട് നേരത്തെ ചോദിച്ചെന്താ? സ്വന്തം ശരീരത്തോട് തെറ്റിയവർ നിന്റെ ആയത്തിലുണ്ടോ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തപ്പോ പറയാ അതെനിക്ക് മനസ്സിലായി. ഇങ്ങനെയാണ്. എന്താ കരീമ വിവരക്കേട് പറഞ്ഞോളി. ഞങ്ങൾ നേരത്തെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം വിവരക്കേട് പറയുന്നത് മോശമാണ്. വിവരക്കേട് നിങ്ങൾ പറഞ്ഞോളി, പക്ഷെ ഇത്രത്തോളം പറയല്ലേ. എന്താണ് കരീമേ? ഇത് മൂപ്പർക്കിരുന്നു ഖുർആൻ പറയാ വലവ് അന്നഹും ഇവ്വലമു അൻഫുസഹും അവരുടെ സ്വശരീരത്തോട് അവർ തെറ്റ് ചെയ്താൽ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പറയും. അപ്പൊ മൂപ്പർ അത് ഈ സ്വന്തത്തോട് റസൂലുള്ളാഹിനോട് ചെയ്തു എന്നാണ്, സ്വന്തത്തോടല്ല. അതാ മൂപ്പർക്ക് തിരിഞ്ഞു. ഇങ്ങക്ക് തിരിഞ്ഞു ഇവിടെ ആർക്ക് കേൾക്കണോ? ഇവിടെ ഖുർആൻ പറഞ്ഞു പറയ് വലവ് അന്നഹും ഇവ്വലമു അൻഫുസഹും സ്വശരീരത്തോട് തെറ്റ് ചെയ്തവർ എന്നാണ് ഖുർആനിലുള്ളത്. നിങ്ങൾക്ക് അല്ലാന്ന് പറയാൻ പറ്റുമോ? മൈക്കെടുക്ക്. അസ്സലാമു അലൈക്കും. ഈ ആയത്ത് ഇറങ്ങിയത് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവായി സ്വീകരിക്കാത്തവർക്ക് എതിരിൽ ഇറങ്ങിയ ആയത്താണെന്ന് പയ്യോളിനെ നടത്താൻ ഇത് വിശദീകരിക്കുന്നു. ഇപ്പൊ പറഞ്ഞ ഇതിൽ ഞാൻ ചോദിച്ചത് റസൂൽ തെറ്റ് ചെയ്തോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വരണം എന്നുള്ളത് ആയത്തിൽ എവിടെ? ഏത് ആയത്താണ് അതിലുള്ളത്? അസ്സലാമു അലൈക്കും. ഇതിനോട് ഏറ്റവും കൂടുതൽ എന്താ? അതിന് സ്വന്തത്തോട് റസൂലുള്ളാഹിനോട് ഉള്ളതെന്ന് സ്വന്തത്തോട് ഉള്ളത് അത് ഞാൻ തെളിയിച്ചു. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അത് പറയും. എന്നിട്ടല്ലേ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കല്? സ്വന്തത്തോട് നിന്നാണോ അല്ല റസൂലുള്ളാഹിനോട് നിന്നാണോ ആയത്തിലുള്ളത്? നിങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്വന്തത്തോട് നിന്നാണ് ആയത്തിലുള്ളത്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അത് ഒന്ന് തിരിയട്ടെ, ഓരോന്ന് തിരിയട്ടെ. അത് ബോധ്യപ്പെട്ടോ? അത് ബോധ്യപ്പെട്ടു എങ്കിൽ അടുത്തേക്ക് പോവാ, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തീർന്നിട്ട് അടുത്തേക്ക് പോകാം. മൈക്കെടുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ആയത്ത് എന്തിനാ നമ്മൾ ഓതിയത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം തെറ്റ് ചെയ്ത ആളുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ വരണം, അന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടാൻ വേണ്ടിയുള്ള ആയത്താണ് എന്നുള്ളത് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് ഈ ഖബറിന്റെ അരികിൽ വരണം തെറ്റ് ചെയ്ത ആളുകൾ എങ്ങനെ വരികയാണെങ്കിൽ അതാണ് ചോദ്യം. ആദ്യം എന്താ? തെറ്റ് ചെയ്തവർ അള്ളാഹുവിന്റെ ഖുർആനിൽ കാര്യം ഒന്ന് കൽപ്പിച്ചാൽ അത് ലോക മുസ്ലിം ചെയ്യൽ നിർബന്ധമല്ലേ? എന്റെ വിവരക്കേട് നിങ്ങളെ അങ്ങനെ തന്നെ വിളിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. കരീം ഈ ചോദ്യം ആരാ ചോദിച്ചു? ഞാൻ നിങ്ങളോട്, നിങ്ങൾ എന്നോട് ചോദിച്ച്? അല്ല, അമ്മമാരൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പൊ ഡോട്ട് വേണ്ടേ മാറ്റി കൊടുക്കണം. അല്ലാ ഡോട്ടാറ്റ 2 സെക്കൻഡ് കടന്നു പോയാ അവന്റേക്ക് കരീംക്കാക്ക് ആകെ മാനക്കേടായിട്ട് ഇന്ന മാനം കെടുത്തത് കൊണ്ട് ഞാൻ പോയി എന്ന് പറയൂട്ടോ. ഞാൻ ഡോട്ടിട്ട് എപ്പോഴത്തേക്ക് ഒഴിവാക്കി കൊള്ളണം. ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചോ? ഈ ആയത്തിലുണ്ടോ എന്ത് അവരുടെ സ്വന്തം ശരീരത്തോട് റസൂലുള്ളാഹിനോട് ആയത്തിലുള്ളത് നിങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്വന്തം ശരീരത്തോടാണ് എന്ന്. അത് നിങ്ങൾക്ക് അംഗീകാരമായോന്ന്? സ്വന്തം ശരീരത്തോട് എന്നാണ് ആയത്തിലുള്ളത് എന്ന് ഞാൻ സമർത്ഥിച്ചു. ഞാനതിന് ആയത്ത് വളരെ വ്യക്തമായി ലഫ്ളടക്കം പറഞ്ഞു തന്നു. നിങ്ങൾക്ക് സ്വീകാര്യമായോ? നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യമാണത്. ശരി, രണ്ടാമത് നിങ്ങൾ ചോദിച്ചോളി. എല്ലാം നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. ആ ചോദ്യത്തിനൊക്കെ മറുപടിയും പറയാം. തീർക്കുക, ഓരോന്നോരോന്ന് തീർത്തിട്ട് പോവാ. ഈ ചോദ്യത്തിനുള്ള മറുപടി ആയോ ഇല്ലയോ? മൈക്കെടുത്തിട്ട് അത് പറയും. ആയിട്ടുണ്ടെങ്കിൽ ആയി, ഇല്ലെങ്കിൽ ഇല്ല. എന്തുകൊണ്ടല്ല എന്നും പറയാം. വേഗം മൈക്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പയ്യോളി എന്തിനാണ് ഈ ആയത്ത് നമ്മൾ ഞങ്ങളുടെ നിങ്ങൾ ചോദിച്ചത്? എന്താണ്? തെറ്റ് ചെയ്തവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കരീമാട് കുത്തിരിക്ക് വിഷയത്തിലേക്ക് വരുന്നില്ല. കരീമാട് കുത്തിരിക്ക് എനിക്ക് കരീമിന് മൈക്ക് വേണോ? കരീമിന് മൈക്ക് വേണനി? വെറുതെ എന്തിനാ കരീമ മാനം കെടാൻ നിൽക്കണ്? കരീമെ ഒന്ന് വിഷയം ഓരോന്ന് തീർന്നിട്ട് പോവാ. എനിക്ക് നമ്മൾ അങ്ങനെ വേണമല്ലോ. എന്തിനാ നിങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ ഈ ഹുക്മുകൾ
പരിശുദ്ധ ഖുർആനിലുള്ള ആയാത്തുകൾക്കും എതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? നിങ്ങൾ ആരാ ഇതിന് പ്രേരിപ്പിക്കുന്നത്? പിശാചോ, ദജ്ജാലോ, ആരാ? ഖുർആനിൽ എന്ന് പറയാ, നിങ്ങളെ സ്വീകരിക്കണില്ല. എന്തിന്? എന്താ നിങ്ങൾക്കുള്ള പ്രശ്നം? ഈമാൻ തീരെയില്ലേ സഹോദര ഹൃദയത്തിൽ? ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ? നിങ്ങൾ എന്തിനാ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? റഷീദ് സാഹിബ്, ഒരു മിനിറ്റ്. നിങ്ങൾ എന്തിനാ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? നിങ്ങൾ ഒഴിഞ്ഞു മാറില്ല. നിങ്ങൾ ആ ചോദ്യം എന്നോട് ചോദിച്ചതല്ലേ? ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ആയത്തെന്തിനാ ഓതിയെന്നല്ലേ? ഞാനും പോണില്ല, നിങ്ങളും പോണില്ല. ഹയാത്തുണ്ടെങ്കിൽ പയ്യോളി ഇവിടെ ഉണ്ട്, നെറ്റിന് കേട് വന്നിട്ടുണ്ടെങ്കിൽ പയ്യോളി ഇവിടെ ഉണ്ട്, നെറ്റി കരിയുമ്പോൾ ഇവിടെ ഉണ്ട്. തീരുമാനാക്കിയിട്ട് പോകാം, എല്ലാം തീരുമാനാക്കിയിട്ട് പോകാം. ഞാനതിന് തയ്യാറാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയോ ഇല്ലയോ അതൊന്ന് തുറന്നു പറഞ്ഞൂടെ? അതിനൊക്കൊന്ന് തുറന്നു പറഞ്ഞൂടെ? മൈക്കെടുത്തിട്ട് തുറന്നു പറയും. എന്നിട്ട് കരീമ് ചോദിച്ചോളി, എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ എല്ലാത്തിനും മറുപടി വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. മൈക്കെടുക്ക്. എന്നിട്ട് ആ പറഞ്ഞ വിഷയം തീർന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിന്നാണോ സ്വന്തം ശരീരത്തോട് നിന്നാണോ അതിലുള്ളത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിന് ഞാൻ പറഞ്ഞു സ്വന്തം ശരീരത്തോട് എന്നാണ് അതിലുള്ളത്. ആയത്തിൽ അങ്ങനെയാണുള്ളത്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? മൈക്കെടുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പയ്യോളി ഞാൻ ഈ ആയത്തിൽ കൊണ്ടുവരാൻ തന്നെ കാരണം എന്താണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും സ്വന്തത്തോട് തെറ്റ് ചെയ്താൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടാൻ പറ്റുമോ ഇല്ലേ? അങ്ങനെ ഖുർആനിന്റെ കൽപ്പന അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ? അത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലോക മുസ്ലിങ്ങൾക്ക് അത് നിർബന്ധമാവില്ലേ? അതാണ് എന്റെ ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യം. അവിടേക്കാണ് വേണ്ടത് പയ്യോളി. അപ്പൊ നിങ്ങൾ ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഏത് ആയത്തിലുള്ളത് അള്ളാന്റെ റസൂലിനോട് തെറ്റ് ചെയ്താൽ എന്നാണോ, അല്ല സ്വന്തത്തോട് തെറ്റ് ചെയ്താൽ എന്നാണോ അതിലുള്ളത് പയ്യോളി എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സംഭവം മനസ്സിലാണില്ലേ? മൈക്കെടുക്കുക. അത് ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ? അത് ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ? അതിനൊന്ന് മറുപടി പറയും. ചോദിക്കാൻ എന്താ കാരണം? ഈ സബബ് നുസൂൽ എല്ലാം ചോദിച്ചത് അത് തന്നെ. കാരണം ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവാക്കി സ്വീകരിക്കാത്തവർക്ക് വേണ്ടി ഇറങ്ങിയ ആയത്താണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ലോക മുസ്ലിങ്ങൾക്ക് മുഴുവൻ ഇത് ബാധകമാകേണ്ടതല്ലേ എന്ന് ചുരുക്കി ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് ചോദിക്കാനുണ്ടായ കാരണം അപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഖുർആനിലുള്ള എന്താ? അവരുടെ സ്വന്തം ശരീരത്തോടാണ് എന്നാണ് ഖുർആനിലുള്ളത്. ഇത് ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഖുർആനിലുള്ളത് ഇന്നതാണ്, സ്വന്തം ശരീരത്തോടാണ് എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. ആ മറുപടി ഫിറ്റായോ? അത് തിരിഞ്ഞോ? ഇനി അതിനോട് ഈ മറുപടി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് എന്റെ ചോദ്യം അതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടേണ്ടതുണ്ടോ അതോ അള്ളാഹുവിനോടാണ് പൊറുക്കലിനെ തേടേണ്ടത്? ഈ കഴിഞ്ഞ ചോദ്യം തീരട്ടെ കരീമേ. നിങ്ങൾ എന്തിനായി ഓടുന്നത്? നിങ്ങൾ എവിടത്തേക്കായി ഓടുന്നത്? ഈ കഴിഞ്ഞ ചോദ്യം തീരട്ടെ. നിങ്ങൾ എന്നോട് ചോദിച്ചോ പരിശുദ്ധ ഖുർആനിൽ അവരുടെ സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്താലെന്നാണോ അതല്ല അല്ലാഹുവിന്റെ റസൂലിനോട് തെറ്റ് ചെയ്താലെന്നാണോ ഉള്ളത് എന്ന് ചോദിച്ചു. പറവയ്യോളി പറ എന്നാ നിങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്താലെന്നാണ് ഖുർആനിലുള്ളത്. സ്വീകാര്യായോ? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ ഇല്ലയോ? വേമൈക്കെടുത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊന്നാർ പയ്യോളി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഒരു സ്ത്രീ വന്ന ഒരു കാര്യം അന്വേഷിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ആ ഹദീസിൽ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ ഒരുപാട് ഹദീസ് ഉണ്ട്. അതൊന്നല്ല ഇവിടുത്തെ ചർച്ച. നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞോ ഇല്ലയോ? ഖുർആനിലുള്ളത് ആ ആയത്തിലുള്ളത് വലൗ അന്നഹും യല്ലമു അൻഫുസഹും എന്നാണ്. അവരുടെ സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്താൽ എന്നാണ്. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ? ഖുർആനും ഹദീസും ഒക്കെ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യാം. പറഞ്ഞത് ഈ ആയത്തിൽ പറയുന്നത് നബിയോട് തെറ്റ് ചെയ്താൽ എന്നാണോ അല്ല സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്താൽ എന്നാണോ എന്നാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്താൽ എന്നാണ് അതിലുള്ളത്. ഈ ഉത്തരം ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ലയോ? അത് നിങ്ങൾ അംഗീകരിച്ചോ ഇല്ലയോ? മൈക്കെടുക്ക്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പയ്യോൾ സ്വന്തം ശരീരത്തോട് പറഞ്ഞ ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ തന്നെ സ്വന്തം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവായി സ്വീകരിക്കാത്തതിന്റെ പേര് ഇറക്കപ്പെട്ട ആയത്താണിത്. ഈ ആയത്ത് ഇറങ്ങിയത് സഹാബത്തിന്റെ ഇടയിലേക്കാണ്. സഹാബത്ത് തെറ്റ് ചെയ്താൽ ഇങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പാപമോചനം തേടുന്ന ഒരു സംവിധാനം സംഭവം അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അതാ മരണശേഷം പിന്നീട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ വന്ന് പാപമോചനം തേടിയിരുന്ന എല്ലാ സഹാബത്തും എല്ലാ എന്താ തെരുവ് പോയി എന്തെങ്കിലും അതൊക്കെ കണ്ടാണ്. എന്താ സംഭവിച്ച്? അയ്യേ. ഓക്കെ ബൈ. എന്നാ ശുക്രാൻ. ഇനി പിന്നെ തുറന്നോളൂ കേട്ടോ, ഞാൻ മൈക്ക് വിട്ടു. അത് ഹാങ് ആയതാണ്. അത് ഹാങ്ങായിട്ട് ഡോക്ടർ മാറിപ്പോയതാണ്. ക്ഷമിക്കണം. കാരണം ഒരുപാട് സമയം ഉസ്താദിന് ഇത്ര സമയം ഇതാക്കിയിട്ട് ഒരു കാര്യം ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നില്ല. എത്ര സമയം മെനക്കെട്ട് അത് നന്നാൻ വേണ്ടിക്ക് വരുന്നതല്ല ഉസ്താദ്. ഒരുപാട് സമയം ഇത്ര സമയം അയാൾക്ക് വേണ്ടിക്ക് ചെയ്തിട്ട് അയാൾ ഒരു കാര്യം അയാൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അയാൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പോഴത്തേക്ക് ഇത് മാറിപ്പോയി. ഓക്കെ, സോറി. ഹലോ, കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഹലോ ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നില്ലേ? പിന്നെ അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന ഈ കാണികളുടെയോ ഈ പ്രേക്ഷകരുടെ ക്ഷമ പരീക്ഷിക്കുന്നുണ്ടെങ്കിലോ അത് ഉസ്താദ് ഇത്ര പിന്നെ എന്താ പറയാ സഹിച്ച് ഡീല് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാല് ഇവരുടെ പൊട്ടത്തരങ്ങള്. അതായത് ചോദ്യം ഇദ്ദേഹം 5, 6, 7 വട്ടം മാറ്റി ചോദിച്ചു. ഒരു വിവരം പോയിട്ട് പിന്നെ ഉളുപ്പ് പോലും ഈ കൗമിലില്ല എന്ന് സാധാരണക്കാർക്കും കേൾക്കുന്ന ആളുകൾക്കും വളരെ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് അത്ര ക്ഷമിച്ചത് പറയുന്നത്. നമുക്കിത് കേട്ട് തലക്ക് തരിപ്പ് വരുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ട്. പിന്നെ അപ്പൊ ചർച്ച നടക്കുന്ന സമയത്ത് പിന്നെ അല്ലല്ല ഉസ്താദ്മാരെന്നെ അത് ചെയ്യലായിരുന്നു അതിന്റെ ഭംഗി. പിന്നെ കരീമിന്റെ മൈക്കിലേക്ക് വരട്ടെ, അദ്ദേഹത്തിന്റെ പൊട്ടത്തരം പറയല് തുടർച്ച. ഉസ്താദ് ക്ഷമയോടുകൂടി ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരത് ക്ഷമയോടുകൂടി കേട്ടിരിക്കലാണ് അതിന്റെ നല്ല രീതി. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ മൈക്കിലേക്ക് വരും. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറെ നേരമായി ഇങ്ങനെ കാത്തിരിക്കുന്നു, അതുകൊണ്ട് എടുത്തതാണ്. കരീമുമായിട്ടുള്ള ചർച്ചയാണെങ്കിൽ എവിടെ എത്തുന്ന ഒരു അവസ്ഥയും കാണുന്നില്ല. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഒരു ക്ലിപ്പ് കേൾക്കാനിടയായി. അതായത് പിന്നെ റസൂലുള്ളാഹി തങ്ങളുടെ 3 ഭാഗത്തുള്ള തിരുശേഷിപ്പിൽ നിന്ന് AP അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ എന്റെ മൈക്ക് എടുത്തോളൂ. ഇൻഷാ അല്ലാഹ് ബാബ അമീർക്ക ഉസ്താദ് അല്ല ബാബക്ക ഇൻഷാ അല്ലാഹ് മൈക്കിലേക്ക് വരും. അതിലിടയ്ക്ക് നിങ്ങളെ ചോദ്യത്തിന്റെ ഫസ്റ്റിലൊരു ആമുഖം ഉണ്ടായിരുന്നു. AT കരീമുമായിട്ടുള്ള ചർച്ച ഇവിടെ എത്തിയില്ല. AT കരീമുമായിട്ടുള്ള ചർച്ച നന്നായിട്ട് എത്തേണ്ടടുത്ത് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ അബ്രാജ് പറഞ്ഞതുപോലെ ഓരോ ചോദ്യവും ഇങ്ങനെ മാറ്റി ചോദ്യമൊക്കെ AT കരീം ചെയ്തു. ഫസ്റ്റ് ചോദ്യത്തിന് മറുപടി കിട്ടി, ആദ്യത്തെ ചോദ്യം വിഴുങ്ങി. അതിനുശേഷം ഫസ്റ്റ് ചോദ്യത്തിന് മറുപടി കിട്ടി, അതിനുശേഷം സെക്കൻഡ് ചോദ്യം ചോദിച്ചു, അതിനും മറുപടി കിട്ടി. പിന്നെ 3ാമത്തെ ചോദ്യം ചോദിച്ചു, അതിന് മറുപടി കിട്ടി. പിന്നെ ചോദിക്കുന്ന ഫസ്റ്റ് ചോദിച്ച ചോദ്യം, പിന്നെ ചോദിക്കുന്ന ആദ്യം ചോദിച്ച ചോദ്യം. എന്നിട്ടും അൽഹംദുലില്ലാ പയ്യോളി ഉസ്താദ് വളരെ സമൂർച്ച ചെയ്തുകൊണ്ട് എന്തെങ്കിലും അവന്റെ ഈ ബുദ്ധിയിൽ കടക്കട്ടെ എന്ന നിലക്ക് ഉസ്താദ് പറഞ്ഞു കൊടുത്ത. അപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങളിപ്പം കടന്നു വന്നതായിരിക്കാം ചിലപ്പോൾ, പക്ഷെ നേരത്തെ ഇരുന്ന ഞങ്ങൾക്കൊക്കെ ഇത് നിങ്ങളുടെ ഈ കമന്റ് കേട്ടപ്പോ അത് തെറ്റായ ഒരു കമന്റ് ആയതുകൊണ്ട് പിന്നെ മൈക്കിലേക്ക് വന്നതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിടുന്നു. നേരത്തെ ആദ്യത്തെ ചോദ്യം വിഴുങ്ങാനുള്ള ഒരു വകുപ്പ് കരീം എടുത്തിട്ടുണ്ട്. കാരണം എന്താന്നാ, ഈ കൽപ്പന എന്ന് പറഞ്ഞു നോക്കിയാ 3 പെണ്ണുങ്ങൾ തൊട്ടവള് കൊടുക്കാത്ത ആളാ. ആ ഖുർആനിൽ കൽപ്പന ഉള്ളതാണല്ലോ. അപ്പൊ അതെല്ലാം വിചാരിച്ചിട്ടാണ് AT കരീമിന് ആദ്യം അവർക്ക് പെണ്ണുങ്ങളെ ഓർമ്മ വരിക. അതാണ് ആദ്യം അത് വിഴുങ്ങിയത്.
അതിനുശേഷം ഉസ്താദ് വെറുതെ വിട്ടു. ഏതായാലും ഇൻഷാ അല്ലാഹ് മൈക്കിൽ വരുന്നത് എട്ടി കരീമിന് വാവക്ക മൈക്ക് എടുത്തതിന് ശേഷം മൈക്ക് എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പ്ലീസ് ഒന്ന് PM അടിക്കാതിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. എടി കരീം മൈക്കിലേക്ക് വീണ്ടും വരുന്നുണ്ട്. അദ്ദേഹം റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തോ സാങ്കേതികമായി ഒരു ട്രബിള് സംഭവിച്ചത് കൊണ്ടാണ് അദ്ദേഹം പോയതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സാരമില്ല, അത് നമ്മളൊരു പ്രവർത്തകന്റെ അടുത്ത് സംഭവിച്ച ഒരു അബദ്ധമാണെന്ന് തോന്നുന്നു. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഒരു പ്രവർത്തകന്റെ അടുത്ത് സംഭവിച്ച ഒരു അബദ്ധമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു നമ്മളിതിന്റെ കമ്പ്യൂട്ടർ സാങ്കേതികത ചിലപ്പോൾ പ്രയോഗിക്കുന്ന ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചതാകാം. ഏതായിരുന്നാലും അതിന്റെ പേരിൽ കരീം വിഷമിക്കണ്ട. കരീം ചർച്ചയിലേക്ക് തിരിച്ചു വരിക. ഇൻഷാ അല്ലാഹ് ഉസ്താദ് തന്നെ ചർച്ച കൈകാര്യം ചെയ്യുകയും ചെയ്യും. കരീം, നമ്മൾ ഒരു വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് നിങ്ങളിങ്ങനെ മാറ്റി ചോദിക്കുക. അപ്പോൾ മാറ്റി ചോദിക്കുക, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം തരാൻ നിങ്ങളൊരു മുൻഗണനയ്ക്ക് നമ്മൾ കബറാളിയായിട്ട് ഇരിക്കുന്നതുകൊണ്ടല്ല അങ്ങനെ നമ്മൾ മെനക്കെടുന്നത്. മറിച്ച് ശരിയാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് പയ്യോളി ഉസ്താദ് തന്നെ മൈക്കിലേക്ക് വരും. ഇനി നമ്മളെ മറ്റുള്ള അഡ്മിന്മാരൊക്കെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ചർച്ച കൈകാര്യം ചെയ്യുന്ന ഉസ്താദന്മാർ അവർ ആ വിഷയത്തിന് കൈകാര്യം ചെയ്യുമ്പോൾ അതിന് നമ്മൾ വെറുതെ കയറി ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതാണ് ഇത്തരം അബദ്ധങ്ങളൊക്കെ സംഭവിക്കാനുള്ള കാരണം. അത് ചെയ്തേക്കാം. അബ്രജ് അത് ചെയ്തേക്കൂ. അബ്രജ്, ഓക്കെ ഞാൻ ചെയ്യാം. പ്ലീസ് ഒരു മിനിറ്റ്. സോറി, കഴിയുന്നില്ലല്ലോ. സോറി, അങ്ങനെ ഓപ്ഷൻ ഇല്ല ഇപ്പല്ലേ. ഓക്കെ, തന്നെ മൈക്കിലേക്ക് വരും. കരീമേ, നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ പ്ലീസ്, അതുകൊണ്ട് നമ്മൾ സാമാന്യ മര്യാദയാണ്. ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ അതേക്കുറിച്ച് നിങ്ങൾ പ്രതികരണം എന്താണെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. നിങ്ങൾ എത്രയും ചോദിച്ചോളൂ. പയ്യോൾ ഉസ്താദ് പറഞ്ഞല്ലോ, നേരം പുലരുന്നത് വരെ ഇവിടെ ഇരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാനും തയ്യാറാണ്. എല്ലാറ്റിനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്. ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ആ മറുപടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ അറിയിച്ചതിന് ശേഷമായിരിക്കും അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലേ സുഹൃത്തുക്കളെ? പിന്നെ ഇവിടെ ചർച്ച നടക്കുന്ന സമയത്ത് പബ്ലിക്കിൽ ഇത് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ചർച്ച നടക്കുന്ന സമയത്ത് ഉസ്താദന്മാര് പലപ്പോഴും പറയാറുള്ളതാണ്, ഇത് ഞങ്ങളെല്ലാവരും ഇത് കേട്ടിരിക്കുന്നവരാ, നമ്മളെക്കാൾ ഗൗരവമായിട്ട് ഇത് കേൾക്കുന്ന അഡ്മിന്മാരായിട്ടുള്ള ഉസ്താദന്മാരുണ്ട്. ഇപ്പൊ ഉസ്താദന്മാര് ചർച്ച ഡീൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് നോട്ട് ഇടാനും മൈക്ക് ഇടാനും ഇതിനുള്ള എല്ലാ ഓപ്ഷനും കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും വിഷമുള്ള സമയത്ത് ഉസ്താദന്മാർ നമ്മളോട് പറയാം, ഇവരുടെ ഡോട്ട് മാറ്റി കൊടുക്കും, ഡോട്ട് ഇട്ട് കൊടുക്കുന്നു പറയുന്നത്. അത് ചെയ്യലാണ് മറ്റുള്ളവരുടെ കടമ. പിന്നെ മേലക്കുള്ള രീതിയിൽ പിന്നെ അത് ചെയ്യല് പലപ്പോഴും ചർച്ച മുന്നോട്ട് പോകുന്നതിന് തടസ്സപ്പെടുത്തും.
എത്ര ദേഷ്യം പിടിക്കുന്ന രീതിയിലാണ്. നമുക്കറിയാം വഹാബികളുടെ പൊള്ളത്തരം ഇപ്പൊ തുറന്ന് കാണിക്കാൻ വേണ്ടിട്ട് റൂമിൽ ഇത് വർക്ക് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞത് തന്നെയല്ലേ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നത്. ഇന്നലെ മിനിയാന്നും അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച, ഒരു മാസം, വർഷങ്ങളായി പറഞ്ഞ വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നത്. കേൾക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷെ ദേഷ്യം പിടിക്കുന്നുണ്ടായിരിക്കും, ഇവൻ പഠിക്കാനല്ല എന്ന് തോന്നലുണ്ടായിരിക്കും. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനില്ല, ചോദ്യങ്ങൾ മാറുന്നു, ആശയം മാറ്റി പറയുന്നു, പറഞ്ഞത് മാറ്റി പറയുന്നു, പിന്നെ കാരണങ്ങൾ മാറ്റി പറയുന്നു, പിന്നെ കളവ് പറയുന്നു, ഞാനങ്ങനെ ചോദിച്ചില്ല. ഇങ്ങനെയുള്ള ഇവര് കളവിന്റെ കൂടാരമാണ് എന്ന് സാധാരണ ജനങ്ങളെ വീണ്ടും വീണ്ടും ഇന്നും നാളെയും ഓരോ മണിക്കൂറിലും ബോധ്യപ്പെടുത്തലാണല്ലോ റൂമിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശം നടക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇവരുടെ ഈ ഒരു സംസാര രീതിയും ഇവരുടെ ഈ മനമടുപ്പിക്കുന്ന രീതിയിലുള്ള കളവ് പറച്ചിലൊക്കെ ക്ഷമിക്കേണ്ടി വരും. അതുകൊണ്ട് ക്ഷമിക്കാൻ പിന്നെ പറ്റില്ലെങ്കിൽ ഈ മറ്റുള്ള പഴയകാല ഉസ്താദുമാരുടെയും സഹാബത്തിന്റെ ഒക്കെ ത്യാഗങ്ങളൊക്കെ നമ്മൾ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഈ ഒരു ഇറിറ്റേഷൻ സഹിക്കാൻ പറ്റില്ലെങ്കിലേ മറ്റുള്ള സഹാബത്തിന്റെ ത്യാഗങ്ങളൊക്കെ നമ്മളിവിടെ ഭയങ്കര പറയാറുണ്ടല്ലോ, അതിനൊക്കെ എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് പിന്നെ ഇത് ചർച്ച നടത്തുന്ന ഉസ്താദുമാര് അവര് തന്നെ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്നവരെ പരിഗണിക്കാതിരിക്കുകയോ മൈക്കിലൊക്കെ എപ്പോഴും വിളിക്കണ്ടോ അതൊക്കെ തീരുമാനിച്ചോളൂ ഇൻഷാ അല്ലാഹ്. ചർച്ചയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തകരാരും എന്ത് ചെയ്യരുത്, ഇതിങ്ങനെ പബ്ലിക്കില് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. പിന്നെ പയ്യോൽ ഉസ്താദിന് ഒരു പക്ഷെ അദ്ദേഹം മൈക്കിന്റെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ സംസാരിച്ചു പോകുന്നതായിരുന്നു, DC ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ വരാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാ അല്ലാഹ്. പയ്യോൽ ഉസ്താദ് വരുന്നു. മറ്റുള്ളവര് മൈക്കെടുത്തേക്ക് രണ്ടുപേര് വയസ്സാണ്ടായിരുന്നു മൈക്ക് കിട്ടും. അസ്സലാമു അലൈക്കും.